കഴിഞ്ഞ വർഷം റിയാദ് അന്തർദേശീയ പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായി. അമേയ എന്നായിരുന്നു ആ കവിതാ സമാഹാരത്തിന്റെ പേര്. ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് പ്രമുഖ നോവലിസ്റ്റ്, കഥാകൃത്ത്, നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന വാൻഗോഗിന്റെ കാമുകിയുടെ രചയിതാവ് ശ്രീ ജേക്കബ് എബ്രഹാം ആണ്. ഏറെ സ്നേഹത്തോടെ ആദരവോടെ ജേക്കബ് എബ്രഹാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം സ്വീകരിക്കുന്നത് ആർദ്രതയുടെ കഥാകൃത്ത്, കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെ മനസ്സിൽ നനവ് പടർത്തിയ എഴുത്തുകാരി, മത്തിന്റെ കഥാകൃത്ത് ഗീതേച്ചിയെ ഏറെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ പുസ്തകത്തെ കുറിച്ച് ഇവിടെ പരിചയം നടത്തുന്നത്, അധ്യക്ഷ പദവി കൂടി അലങ്കരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രഭാഷകൻ, നിരൂപകൻ ഒക്കെ ആയിട്ടുള്ള ശ്രീ PK അനിൽകുമാറാണ്. ഒട്ടൊരു ഇഷ്ടത്തോടെ PK അനിൽകുമാറിനെ, പ്രിയ സുഹൃത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. വൈദ്യേഴ്സ് മൺസിൽ എന്ന ഓർമ്മക്കുറിപ്പുകളിലൂടെ നമ്മുടെ മലയാള ഭാഷയിലേക്ക് നല്ല എഴുത്ത് സമ്മാനിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി നിഖില സമീറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. തീർച്ചയായിട്ടും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഹരിതം ബുക്സ് ആണ്. ഹരിതം ബുക്സിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ശ്രീ പ്രതാപൻ തായാട്ടാണ് ആമുഖ ഭാഷണം നടത്തുന്നത്. ആമുഖ ഭാഷണം ചെയ്യാൻ വേണ്ടി ശ്രീ പ്രതാപൻ തായാട്ടിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രതാപൻ തായാട്ടിന്റെ വാക്കുകളിലേക്ക് ചെല്ലാം. സുഹൃത്തുക്കളെ, വെള്ളിയോടൻ പറഞ്ഞതുപോലെ ഏതോ ഒരു പത്രത്തിൽ ഞാൻ കണ്ട വാർത്ത കൂടിയാണ്. ഏറ്റവും കൂടുതൽ കേരളം കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്നാണ് എഴുത്തുകാർ ഈ പുസ്തകോത്സവത്തിന് എത്തുന്നത് എന്ന്. തീർച്ചയായും സബീന M സാലിയുടെ ഒരു പുസ്തകം മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ ഹരിതം ബുക്സ് ആയിരിക്കണം ഇത്രയധികം പുസ്തകങ്ങൾ ഇവിടെ ചെയ്യുന്നത്. സൗദി അറേബ്യയിലെ താമസക്കാരായിരുന്ന പുസ്തകങ്ങൾ ചെയ്യുന്നത്. നിഖിലയുടെ പുസ്തകം ആദ്യമായി ചെയ്തത് റിയാദ് ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ കഴിഞ്ഞ വർഷമായിരുന്നു. കവിതകളായിരുന്നു. പല പ്രത്യേകതയുമുള്ള ആ കവിതയുടെ തന്നെ രണ്ടാം പതിപ്പിൻ്റെ ഒരു പ്രകാശനം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല തൽക്കാലം. വൈദ്യേഴ്സ് മൺസിൽ തീർച്ചയായും അവർ ഒരു കാലത്ത് അനുഭവിച്ചു പോന്ന, കണ്ടുപോന്ന, പരിചിതമായ ചുറ്റുപാടുമുള്ള ജീവിതങ്ങളെയാണ് അവർ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട് ഹൃദയം കൊണ്ട് ചാലിച്ചെഴുതിയ അക്ഷരങ്ങൾ. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഹൃദയത്തിൽ ചാലിച്ചെഴുതിയ അക്ഷരങ്ങളും സ്നേഹത്തിൻ്റെ പരിമളമുള്ള അക്ഷരങ്ങൾ. ഏറ്റവും പ്രധാനം അതാണ്. പുതിയ കാലത്ത് ജീവിതം വരണ്ട രീതിയിൽ ചിന്തകളും ജീവിതവും ഒക്കെ പോകുന്ന കാലത്ത് ഈ അർത്ഥത്തിലേക്ക് എഴുതാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ കാണുന്നു. ഏറെക്കുറെ NP ഹാഫീസ് മുഹമ്മദ് അവരുടെ ആദ്യ പുസ്തകം അമേയ പ്രകാശിപ്പിച്ചുകൊണ്ട് റിയാദിൽ വെച്ചിട്ടും ഇതേമാതിരിയുള്ള ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പുസ്തക പ്രസാദകുറിപ്പായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു 4 വരികൾ വായിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരു പുസ്തകം എന്തിനു വേണ്ടി വായിക്കണം? കാലം നേരിടുന്ന ഒരു വലിയ ചോദ്യമാണിത്. ഒന്നിനും ഏതിനും സമയമില്ലാത്ത ഈ കാലത്ത് എന്തിനു വേണ്ടി അത്രയും സമയം കളയണം എന്നൊരർത്ഥം കൂടി ഈ ചോദ്യത്തിനുണ്ട്. നിഖില സമീറിന്റെ വൈദ്യേഴ്സ് മൺസിൽ എന്തിനു വേണ്ടി വായിക്കണം എന്ന ചോദ്യവും ഉയരുന്നുണ്ട്, തിരിച്ചറിയുന്നുമുണ്ട്. പ്രിയപ്പെട്ട വായനക്കാരാ, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ പുസ്തകം വായിക്കണം. സ്വയം തിരിച്ചറിയാൻ, ഒരു കണ്ണാടി കാഴ്ചയ്ക്ക് സ്വയം വിധേയനാവാൻ, സ്വയം നവീകരിക്കപ്പെടാൻ ഈ പുസ്തകം വായനക്കാരനെ സഹായിക്കും. ഒപ്പം നിഖിലയുടെ ഭാഷ, സ്വത്വമുണർത്തുന്ന പരിമളം, മാതാപിതാക്കളോടും സഹജീവികളോടും അവരുടെ സഹജമായ പ്രണയഭാവവും സൗന്ദര്യവും എന്നിവ ഈ പുസ്തക വായനയിൽ നിന്ന് ലഭിക്കുന്ന അധിക നേട്ടങ്ങളൊക്കെ. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ പ്രതാപേട്ടൻ. കഴിഞ്ഞ റിയാദ് അന്തർദേശീയ പുസ്തകോത്സവത്തിൽ മലയാള പ്രസാധകരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ശ്രീ പ്രതാപൻ തായാട്ട്. ഇനി നമുക്ക് വൈദ്യേഴ്സ് മൺസിലിന്റെ പ്രവേശികയിലേക്ക് ഒന്ന് കടക്കാം. അതിനായി ശ്രീ PK അനിൽകുമാറിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരെ, പ്രിയപ്പെട്ട എഴുത്തുകാരി നിഖില സമീർ, സമാന ഹൃദയരെ, കാലത്തിൻ്റെ കപ്പൽ ഛേദങ്ങളെ, ജീവിതത്തിൻ്റെ കപ്പൽ ഛേദങ്ങളെ അക്ഷരങ്ങളിൽ ആവാഹിച്ച ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്
പറഞ്ഞിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനേക്കാൾ അത് എത്രമാത്രം ഓർമ്മിക്കപ്പെടുന്നു എന്നതിലാണ് ജീവിതം എന്നാണ് മാർക്കേസ് പറഞ്ഞത്. ഇത് വൈദ്യേഴ്സ് മനസ്സിൽ എന്ന് പറഞ്ഞ ഈ പുസ്തകം ഓർമ്മകളുടെ മണമുള്ള ഒരു പുസ്തകമാണ്. ഓർമ്മകൾ നമ്മുടെ തലച്ചോറിൽ കേവലം സമൃദ്ധമായ ലിപികൾ മാത്രമല്ല, അത് പിറക്കുവാനിരിക്കുന്ന നാളെയുടെ ഇന്ധനം കൂടിയാണ്. ഓർമ്മകൾക്ക് നിരവധി മാനങ്ങളുണ്ട്. ഓർമ്മകളുടെ ഒരു രാഷ്ട്രീയ മാനത്തെ കുറിച്ച് പറഞ്ഞാൽ, ഏതാനും നാളുകൾക്ക് മുൻപ് അന്തരിച്ച മിലാൻ കുന്ദേര പറഞ്ഞിട്ടുണ്ട്, അധികാരത്തിനെതിരെയുള്ള മനുഷ്യന്റെ സമരം മറവിക്കെതിരെയുള്ള ഓർമ്മയുടെ നിരന്തര സമരമാണ്. ഓർമ്മകൾക്ക് സർഗാത്മകമായ തലവുമുണ്ട്. പക്ഷെ നിഖില സമീറിന്റെ ഈ പുസ്തകം ഓർമ്മകൾ എന്നാൽ കാലത്തിലേക്ക് തിരിഞ്ഞൊഴുകുന്ന പുഴകളാണ് എന്ന് നമ്മളോട് പറയുന്നു. ആ പുഴകളുടെ തീരത്ത് സ്നേഹത്തിന്റെ പൂമരങ്ങൾ, അനുഭവങ്ങളുടെ വസന്തങ്ങൾ, അതിനുമപ്പുറം മരിച്ചുപോയവർക്കാണ് യഥാർത്ഥത്തിൽ ഖബറിലെ മണ്ണടരുകളായവർക്ക്, ചിതയിലെ വെളിച്ചങ്ങൾക്കാണ് ജീവിതത്തെക്കുറിച്ച് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്നത്, ഏറ്റവും നന്നായി നിർവചിക്കാൻ കഴിയുന്നത്. ഞാൻ മാർക്കേസിനെ സമരസപ്പെടുത്തിക്കൊണ്ട് നിഖിലയെ പറയുകയല്ല, പക്ഷേ നിഖില ഓർമ്മയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ചില സ്വകീയവും മൗലികവുമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ആ നിരീക്ഷണങ്ങൾ ഒന്ന് കടക്കുകയാണ്. ഓർമ്മകൾ വേരുകളായി ഓരോ തളിരിലും പൂവിലും ഊർജപ്രവാഹമായി കൂടെയുണ്ട്. മറ്റൊന്ന്, പറഞ്ഞു പറഞ്ഞ് കേട്ട് കേട്ട് പതിഞ്ഞത് കൊണ്ടാകാം ഓർമ്മകൾക്ക് ഇത്ര തെളിവുണ്ടാകുന്നത്. മറ്റൊന്ന്, കണ്ടോലിൽ ഉമ്മയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഓർമ്മയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന പടരുന്ന പച്ചപ്പാണ്. അങ്ങനെ ഓർമ്മകളെ ഹരിതാഭമാക്കുന്ന ഒരു രചനാ തന്ത്രം ഈ എഴുത്തുകാരിക്ക് ഹൃദഹസ്തമാണ്. മറ്റൊന്ന്, ഉപ്പയെയും പ്രതാപേട്ടൻ പറഞ്ഞു, ഉമ്മയെയും കുറിച്ചുള്ള, അച്ഛന്റെയും അമ്മയെയും കുറിച്ചുള്ള അനുഭവം. യഥാർത്ഥത്തിൽ നിഖിലയുടെ ഈ പുസ്തകം പ്രസക്തമാകുന്നത് അത് വൈയക്തികമായ ആത്മാംശങ്ങൾക്കപ്പുറം ഈ പുസ്തകം സമൂഹത്തിന്റെ ജീവിത അംശമായി പരിണമിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ അച്ഛനമ്മമാർക്കുമുള്ള ഒരു അന്വർത്ഥവും ഉചിതവുമായ അക്ഷരോദകമാണ് വൈദ്യേഴ്സ് മനസ്സിൽ എന്ന് പറയുന്നത്. നിക്കോസ് കസാൻതാക്കിസിന്റെ ഒരു കഥയില് മകൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, നമ്മുടെ മുന്തിരിവള്ളികളെല്ലാം പട്ടുപോയല്ലോ എന്ന്. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, മകനെ, നാം വേരറ്റ് പോയില്ലല്ലോ എന്ന്. ഈ പുസ്തകം അവസാനിക്കുമ്പോ ഉപ്പയെ കുറിച്ച് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് നിപതിക്കുന്ന വരികൾ നിഖില ഇങ്ങനെയാണ് കോറിയിട്ടിരിക്കുന്നത്. ഉപ്പയുടെ ഖബർ ഒരു കിളിവാതിൽ കീറിലൂടെ എന്ന പോൽ ഇന്നും എന്നിൽ വെളിച്ചം ചിതറുന്നുണ്ട്. ഒരച്ഛന്, അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ അച്ഛന്മാർക്കും ഇതിനപ്പുറം എന്തൊരു അക്ഷരോദകമാണ്. മറ്റൊരു നിരീക്ഷണം, ഒരു പെൺകുഞ്ഞ് ഈ ഭൂമിയുടെ ഉർവരതയിലേക്ക് പിറക്കുമ്പോ ആ പെൺകുഞ്ഞിന് ആദ്യം പ്രണയം തോന്നുന്നത് അച്ഛനോടാണ്. അല്ലെങ്കിൽ അച്ഛനിലുള്ള മൂല്യങ്ങൾ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് അവരുടെ ജീവിതം. പ്രണയത്തെ നാം വർത്തമാനത്തിൽ കാണുന്ന വ്യാവഹാരിക അർത്ഥത്തിലല്ല നിങ്ങൾ ഈ വാക്കുകൾ വിലയിരുത്തേണ്ടത്. മറ്റൊന്ന് അമ്മയെ കുറിച്ചാണ്. ഉള്ളിൽ ഉണർന്നിരിക്കുന്ന മാതൃക എന്നാണ് ഉമ്മയെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഒരു ജൂത പഴമൊഴിയുണ്ട്, ഭൂമിയിൽ എല്ലായിടത്തും ഓടിയെത്താൻ സമയമില്ലാത്തത് കൊണ്ടാണ് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചത്. ഈ ഉമ്മയ്ക്ക് മരണം തൊട്ടു മുൻപിലത്തെ, അല്ലെങ്കിൽ സുനിശ്ചിതമായും മരിക്കുമെന്ന് പറഞ്ഞ ഒരു ഘട്ടത്തില് ഒരു ഓപ്പറേഷൻ, അപ്പൊ ആ മരണമുൻപിലേക്ക് കടന്നു പോകുമെന്ന് ഒരു അനിശ്ചിതത്വത്തിന്റെ ആകുലതകളുടെയും നിലപാട് അറിയുന്നതുകൊണ്ട് ആ അമ്മ പറയുന്ന ഒരു വാക്കത ഇങ്ങനെയാണ്. ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടർക്ക് ഒരു എക്സ്പീരിയൻസും അവിടെ പഠിച്ചു വരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്കൊരു മാതൃകയും ആകുന്നെങ്കിൽ ആകട്ടെ, ഈ ഓപ്പറേഷന് ഞാൻ തയ്യാറാണ് എന്നാണ് ആ ഉമ്മ പറയുന്നത്. മറ്റൊന്ന്, ഇതൊരു മാനവികതയുടെ വേദപുസ്തകമാണ്. ഇതാ ഈ അധ്യായത്തിലെ വരികൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ.
അയൽപക്കത്തെ ഗാഢ സ്നേഹത്തിന്റെ ഇലയനക്കങ്ങളാണ് എല്ലാ ഋതുക്കളെയും അതിജീവിച്ച് നിത്യവും തഴുകുന്നത്. നമ്മുടെ വീടകങ്ങളില്, സമൂഹത്തില് മതിലുകൾ ഉയരുകയാണ്. മതിലുകളില്ലാത്ത, നിങ്ങൾ ഓർക്കണം, കുടുംബം ഘടനാപരമായി അട്ടിമറിക്കപ്പെട്ട ഒരു നൂറ്റാണ്ടാണിത്. കൂട്ടുകുടുംബത്തിന്റെ സഹജാവബോധത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക്, പരമാണുവൽക്കരണത്തിലേക്ക് നിബന്ധിച്ച ആധുനിക മനുഷ്യന്റെ സ്വത്വ പ്രതിസന്ധിയാണ് ഇതിൽ വിചാരണ ചെയ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഞാൻ അതിന്റെ സമയം വൈകിയതുകൊണ്ട് വളരെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. മക്കൾ മണ്ണിന്റെ മണവും മാതൃഭാഷയും നെഞ്ചിലേറ്റണമെന്ന് ഇതിനകത്ത് പല ഘട്ടങ്ങളിൽ അസന്നിഗ്ധമായിട്ട് അടിവരയിടുന്നുണ്ട്. മണ്ണിന്റെ മണം, മാതൃഭാഷ. സിസിലിയൻ കവിയായ ഇഗ്നാസിയോ ബത്തൂത്ത പറഞ്ഞിട്ടുണ്ട്, ഒരുവനെ പാരതന്ത്ര്യത്തിൽ തടവറയിൽ അടയ്ക്കുക, അവനെ നഗ്നനാക്കുക, അവന്റെ വായടപ്പിക്കുക, എങ്കിലും അവൻ സ്വതന്ത്രനാണ്. അവന്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കുക, അവന്റെ തീന്മേശയും ഉറങ്ങുന്ന കിടക്കയും എടുത്തു മാറ്റുക, എങ്കിലും അവൻ സ്വതന്ത്രനാണ്. പക്ഷേ അവനിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അവന് പകർന്നു കിട്ടിയ മാതൃഭാഷ അപഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സർവവിനാശം സംഭവിക്കുന്നു, അവൻ അടിമകളായി തീരുന്നു. അവസാനമായി, ഞാൻ സമയം പോകുന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഇസ്ലാം സംസ്കൃതി ഒട്ടകങ്ങളുടെ മൂക്ക് കയർ പിടിക്കുവാൻ മാത്രം അറിയാവുന്ന ഒരു ജനതയെ വിശ്വനാഗരികതയുടെ ഉടമകളാക്കിയ പ്രവാചക ചര്യയുടെ മാനവിക മൂല്യങ്ങൾ ഈ പുസ്തകത്തിന്റെ അന്തർധാരയാണ്. ഇസ്ലാമിനെ അപരത്വവൽക്കരിച്ച് ഇസ്ലാമോഫോബിയ പടരുന്ന ഒരു കാലത്ത് ഇസ്ലാമിന്റെ സ്വത്വത്തിലേക്കുള്ള അക്ഷര തീർത്ഥാടനമാണ് ഈ പുസ്തകം. അവസാനമായി എനിക്ക് പറയുവാനുള്ളത്, ഇത് ഒരു ദാർശനിക പുസ്തകമാണ്. ഈ വരികൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ് ജീവിതത്തിന്റെ മാധുര്യം ഇരിക്കുന്നത്. മറ്റൊന്ന്, ശുദ്ധ സ്നേഹത്തിന്റെ ശ്വാസം മുട്ടിക്കാത്തുന്ന സ്വാർത്ഥത. മറ്റൊന്ന്, നിമിഷങ്ങൾ അത്രമേൽ അമൂല്യമെന്നുള്ള ഉണർത്തലാണ് ഓരോ മരണവും. അവസാനമായി ഈ വരി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആനന്ദമാണ് ഉള്ളിലെ ആനന്ദവും ഉള്ളത് കൊണ്ടുള്ള ആനന്ദവും. മഞ്ഞ നോവലിന്റെ ആമുഖത്തിൽ MD ആർച്ചിനാൾഡ് ബക്ലിഷിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഉറങ്ങുന്ന മരക്കൊമ്പിൽ നിന്ന് തെറിച്ചു പോകുന്ന പറവക്കൂട്ടം പോലെ കവിയുടെ വാക്കുകൾ കാലത്തിലേക്ക് വീണുപോയിരിക്കുന്നു, കാലത്തിന് സൂക്ഷിക്കാൻ വേണ്ടി. നിഖിലയുടെ ഈ സാരസ്വതങ്ങൾ കാലം ഹൃദയത്തിലിട്ടതാണ്, കാലത്തിന് എക്കാലവും സൂക്ഷിക്കാൻ വേണ്ടി. നന്ദി, നമസ്കാരം. ഓർമ്മക്കുറിപ്പുകളെ കവിതകളായി പരിണമിപ്പിച്ച, ഓർമ്മകളെ കവിതയുടെ ശ്രേണിയിലേക്ക് സമ്മേളിപ്പിച്ച ശ്രീ അനിൽകുമാർ, താങ്കളുടെ പ്രഭാഷണത്തിന് നന്ദി. ഇനി നമുക്ക് പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം. ഹരിതം ബുക്സ് പ്രസിദ്ധീകരിച്ച നിഖില സമീറിന്റെ വൈദ്യേഴ്സ് മൺസിലിന്റെ പ്രകാശന ചടങ്ങ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രമുഖ നോവലിസ്റ്റ് ശ്രീ ജേക്കബ് എബ്രഹാമാണ്. സ്വീകരിക്കുന്നത് പ്രമുഖ കഥാകൃത്ത് ഗീതാ മോഹനാണ്. രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി YS സാജിദ, ശ്രീമതി സബീന M സാലി, ശ്രീ MCA നാസർ വേദിയിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ശ്രീ ജേക്കബ് എബ്രഹാം. താങ്ക് യു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിലുള്ള വെള്ളിയോട്, ഗീത ചേച്ചി, അനിൽകുമാർ, എഴുത്തുകാരൻ നിഖില, ഹരിതം ബുക്സിന്റെ പ്രധാന നായാട്ട്, പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം പുസ്തകത്തെ അവതരിപ്പിച്ച അനിൽകുമാർ വളരെ വിശദമായിട്ട് ആ പുസ്തകത്തെ പറ്റി സംസാരിച്ചു. എനിക്ക് നിഖിലയുടെ പുസ്തകം, ഞങ്ങൾ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളാണ്, ഫേസ്ബുക്കിലാണ് പരിചയപ്പെട്ടത്. നിഖിലയുടെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ 3 കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത്, ഒരു പുസ്തകത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് റീഡബിലിറ്റി, വായനാസുഖം എന്നുള്ളതാണ് ആദ്യത്തേത്. 2, അതിലെ കഥകളാണ്. ഒരു കഥ പറയാൻ, ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ പാറ്റേൺ, അതാണ് രണ്ടാമത്തെ കാര്യം. 3, ഒരു പുസ്തകത്തിലെ ദർശനങ്ങളാണ്. ഇത് 3ഉം വളരെ മനോഹരമായിട്ട് ഈ പുസ്തകത്തിൽ സമ്മേളിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ ഓർമ്മയാണ്, വൈദ്യേഴ്സ് മൻസിൽ എന്നുള്ള പേര്. ഞാൻ പലപ്പോഴും ഈ നാട്ടുപുറത്തെ വീടുകളിൽ ആദ്യമൊക്കെ കൊച്ചിലേക്ക് വലിയ അത്ഭുതമായിരുന്നു ഈ മൻസിൽ എന്ന പേര് കാണുമ്പോൾ. മുസ്ലിം വീടുകളുടെ മുന്നിലുള്ള ആ മൻസിൽ പേര് കാണുമ്പോൾ ഭയങ്കര കൗതുകവും അതിനോടൊരു വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നുമായിരുന്നു. അപ്പൊ ഇത്
ഇങ്ങനൊരു പേരുള്ളൊരു പുസ്തകം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത്, മനസ്സിൽ നിന്ന് പേരുള്ള മതി. അതുകൊണ്ട് ആ പേര് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നു. രണ്ട്, ഇതിലെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ, എഴുത്തുകാരിയുടെ ഓർമ്മകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. ഇത് ഏറ്റവും എനിക്ക് തോന്നുന്ന ഒരു നോവലിലേക്ക് വളരാൻ പറ്റുന്ന കഥാപാത്രമാണ് ഈ ഗ്രാമങ്ങളിലൂടെ പോകുന്ന വൈദ്യർ എന്ന് പറയുന്ന കഥാപാത്രം. സ്വന്തം വീട്ടിലുള്ള ഉപ്പ. അത് ശരിക്കും ഈ താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. അതില് നാടി പിടിച്ചു നോക്കുന്ന ജീവൻ മശായി എന്ന് പറയുന്ന കഥാപാത്രം പോലുള്ളൊരു കഥാപാത്രമാണ് ഈ വൈദ്യർ. അദ്ദേഹം വലിയൊരു ദാനധർമ്മം കൂടെയാണ് ചെയ്യുന്നത്. രോഗികളെ തേടി രാത്രിയും പകലും പോവുകയും അനാഥരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തെ പറ്റിയുള്ള കുറിപ്പ് ഉണ്ട്. അതോടൊപ്പം ഉമ്മയെ പറ്റിയുള്ള വളരെ ഹൃദ്യമായ ഓർമ്മകളുണ്ട്. പ്രീ ഡിഗ്രി കാലത്തെ പറ്റിയുള്ള, ഞാനും പ്രീ ഡിഗ്രിക്കാരനാണ്. നമ്മൾ കഴിഞ്ഞ പ്രീ ഡിഗ്രി ആരായിരിക്കും കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രീ ഡിഗ്രിക്കാരൻ കൈവെക്കാം. പ്രീ ഡിഗ്രിക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത്. കാരണം നമുക്ക് ശേഷമാണ് +2 വരുന്നത്. പ്രീ ഡിഗ്രി ഓർമ്മകളെ പറ്റിയുള്ള കുറിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ, ഞാനൊക്കെ 40-ന് ശേഷമുള്ള ആളാണ്. 40-കൾക്ക് ശേഷം നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ ഇതിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് വളരെ ഹൃദ്യമായ ഭാഷയാണ്. ഇതൊരു ഓർമ്മക്കുറിപ്പിന് അപ്പുറത്തേക്ക് പോകേണ്ട പുസ്തകമാണെന്നാണ് എനിക്ക് സത്യസന്ധമായി തോന്നിയിട്ടുള്ളത്. കാരണം ഈ വൈദ്യസ് മനസ്സിൽ ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു കഥയോ നോവലോ ആയിരിക്കും. പിന്നീടാണ് നിഖില എന്നോട് ഇത് ഓർമ്മക്കുറിപ്പുകളാണെന്ന് പറഞ്ഞത്. കാരണം ഇതുകൊണ്ട് നിർത്തരുത്, ഈ പുസ്തകത്തിലെ ഓരോ ഓർമ്മയിൽ നിന്നൊരു നോവലോ ഒരു ചെറുകഥയായിട്ട് ഇതിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും. താങ്ക് യു ശ്രീ ജേക്കബ് എബ്രഹാം. ശ്രീമതി ഗീതാ മോഹൻ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് നിഖിലയുടെ ഈ ഒരു പുസ്തകം, സ്നേഹം നിറച്ച പുസ്തകം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ. നിഖിലയെ ഞാൻ ആദ്യമായി ഫേസ്ബുക്ക് വഴിയാണ് ശ്രദ്ധിക്കുന്നത്. വളരെ വിശുദ്ധി നിറഞ്ഞൊരു മുഖം, നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ അമ്മ, അത്ര വിശുദ്ധി. അങ്ങനെ ഞാൻ ആളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് ആളുടെ സൗണ്ട് കേട്ടു, അതും ഭയങ്കര ഇഷ്ടമായി. ഇത് ഇപ്പോൾ ഒന്ന് എല്ലാവരും സൂക്ഷിച്ചു നോക്കിക്കോ, ആ കന്യാമറിയത്തിൻ്റെ മുഖം കാണാം. ഇനിയും കൂടുതൽ എഴുതട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ഗീതജി. ശ്രീമതി YS സാജിദയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ആശംസ അർപ്പിക്കാൻ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു സന്ദർഭമാണിത്. കാരണം നിഖില അത്രയ്ക്ക് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നിഖിലയുടെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ വലിയ കഥകളെ പോലെ അവളത് എഴുതി ഒരു പുസ്തകമാക്കിയെന്ന് ആദ്യം പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം നിഖില എന്ന എഴുത്തുകാരി കുറച്ച് കവിതകൾ മാത്രം എഴുതിയോ അതല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ മാത്രം എഴുതിയോ ചുരുങ്ങേണ്ട ആളല്ല. അവളുടെ എഴുത്ത് ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല കൃതികൾ എഴുതാനും വലിയൊരു എഴുത്തുകാരിയായി അറിയപ്പെടാനും സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദി. നിങ്ങളൊക്കെ ഒരുപാട് സ്നേഹം. താങ്ക് യു സാജിദ. കഥകൾ കൊണ്ടും യാത്രാവിവരണങ്ങൾ കൊണ്ടും മലയാള വായനയിലെ നിറസാന്നിധ്യമാണ് സാജിദ. ലേഡി ലാവണ്ടർ, ലായം തുടങ്ങിയ നോവലുകളിലൂടെ ഒട്ടേറെ പ്രിയപ്പെട്ട കഥകളിലൂടെ ശ്രദ്ധേയായ എഴുത്തുകാരി ശ്രീമതി സബീന M സാലിയെ. സബീന നിഖിലയുടെ അടുത്ത കൂട്ടുകാരി കൂടിയാണ്. സൗദി അറേബ്യയിൽ നിന്നാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. സബീനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നിഖിലയെ പറ്റി പറയുവാണെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരി എന്ന് അവതാരകൻ പറഞ്ഞെങ്കിലും ആത്മാവ് പരമാത്മാവ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബന്ധമാണ്. ഒരുപാട് കവിതകൾ എഴുതുമായിരുന്നു ആദ്യമൊക്കെ. കവിതകൾ കൊണ്ട് ഇങ്ങനെ ചുമന്ന് നടക്കും. ആള് പുസ്തകത്തിനെ പറ്റി ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലത്ത് ഞാൻ പിന്നാലെ നടന്ന് ചോദിക്കുമായിരുന്നു, എൻ്റെ പുസ്തകത്തിനെ പറ്റി ഒരു അനക്കം ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴൊക്കെ ആവട്ടെ സമയമായിട്ടില്ല എന്ന് പറയും. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ നമ്മുടെ പ്രതാപേട്ടൻ റിയാദിൽ ഉദയം ചെയ്ത സമയത്താണ് അതിന് യോഗം ഉണ്ടായത്. അമേയ എന്ന കാവ്യശില്പം അപ്പോഴാണ് ഉടലെടുത്തത്. പിന്നെ രണ്ടാമതൊരു കാവ്യസമാഹാരം കൂടി നിഖിലയുടേതായി പുറത്തു വന്നു. പിന്നീടാണ് ഓർമ്മക്കുറിപ്പുകൾ ഇപ്പോൾ സമാഹരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഓർമ്മകൾ കടന്ന് കഥകളും നോവലുകളും ഒക്കെ ആയിട്ട് സാഹിത്യ ലോകത്തെ നിറസാന്നിധ്യമാവാൻ നിഖിലയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് സർവശക്തൻ അവസരം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സബീന.
അമേയ കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിലെ റിയാദ് ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യപ്പെട്ട കവിതാ സമാഹാരമാണ്. നിഖിലയുടെ ആദ്യ കവിതാ സമാഹാരമാണ്. അതിന്റെ 2ാം പതിപ്പിന്റെ ഒരു പ്രകാശന ചടങ്ങോടെ ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കുകയാണ്. പ്രകാശനം ചെയ്യുന്നത് പ്രമുഖ കവി ഇസ്മായിൽ മേലടിയും സ്വീകരിക്കുന്നത് എഴുത്തുകാരനും ഫോട്ടോഗ്രാഫർ കൂടിയായിട്ടുള്ള ശ്രീ പ്രവീൺ പാലക്കിലുമാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. താങ്ക് യു ഇസ്മായിൽ മെലഡി. താങ്ക് യു പ്രവീൺ ബാലക്കിൽ. 2 വാക്ക് സംസാരിക്കാൻ ശ്രീ ഇസ്മായിൽ മെലഡി ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, അമേയ വായിക്കുന്നതിന് മുമ്പ് തന്നെ നിഖിലയുടെ പല കവിതകളും വായിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വളരെ കാലമായിട്ട് ഫേസ്ബുക്കിലൂടെ അറിയുന്നവരുമാണ്. പിന്നെ ഇവിടെ വരുമ്പോഴാണ് ഇടയ്ക്ക് നേരിട്ട് കാണാൻ സന്ദർഭം കിട്ടാറുള്ളത്. പ്രത്യേകിച്ച് അമേയിലേക്ക് വരുമ്പോൾ വാക്കുകൾ തീർത്ഥയാത്ര പോകുന്ന ആത്മഭാഷണത്തിൻ്റെ ഒരു സഞ്ചാരഗതി മൊത്തം അതിലിങ്ങനെ പ്രതിഫലിച്ച് കാണാം. ആത്മാവിനോട് തന്നെ സംസാരിക്കുന്നതായി എനിക്ക് തോന്നി. അത് നാഥനോടുള്ള അടുപ്പം, അല്ലെങ്കിൽ അർപ്പണം, അതല്ലെങ്കിൽ തൻ്റെ തന്നെ മനസ്സിൻ്റെ വിവിധ തരത്തിലുള്ള സഞ്ചാരങ്ങൾ, ഇതൊക്കെ ചേർന്ന് ഒരു മൊത്തത്തിൽ ഒരു സൂഫി ഗാഥ എന്ന് വേണമെങ്കിൽ ഈ അമേയ എന്ന പുസ്തകത്തെ പറ്റി പറയാം. വളരെ മൈന്യൂട്ടായിട്ടുള്ള മനസ്സിൻ്റെ വിചാരങ്ങൾ അത്രയും സൂക്ഷ്മതലത്തിൽ അത് നാഥനിൽ അർപ്പിക്കുന്ന ബന്ധം, അല്ലെങ്കിൽ മനുഷ്യരുമായുള്ള ഇടപഴകലുകൾ, ഇങ്ങനെയെല്ലാം ഓരോത്തിൻ്റെയും സൂക്ഷ്മതലത്തിലുള്ള ഒരു സഞ്ചാരമാണ് ഇതിൽ അമേയയിൽ മൊത്തം ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇത്തരം സൂഫി കവിതകളിലൂടെ മാത്രം പോയാൽ പോരാ, ഇനി കുറച്ച് അത്തരത്തിൽ ഉയർന്ന ചിന്തകൾ അവതരിപ്പിക്കുന്ന വലിയ പുസ്തകങ്ങളിലേക്കും കൂടെ പോകാനുള്ള എല്ലാ കഴിവുകളും അടങ്ങിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് നിഖില. നിഖിലിൽ ഇനി ഒരുപാട് വലിയ വലിയ ഗ്രന്ഥങ്ങൾ, കനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇനിയും മലയാള ഭാഷയ്ക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. ഒറ്റ വാക്കിൽ സംസാരിപ്പിക്കാൻ ശ്രീ പ്രവീൺ ബാലക്കിൽ ലക്ഷ്യം. സ്നേഹമുള്ളവരെ, ഏറെ സന്തോഷം. കാരണം എഴുത്തുകാരിയെ കേൾക്കാനാണ് ഞാനും നിങ്ങളെല്ലാം ഇരിക്കുന്നത്. ആകെ 2 മിനിറ്റേ ഉള്ളൂ. ഈ വേദി തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ കാണുന്നത്. കാരണം വർഷങ്ങളായിട്ട് അനൗപചാരികമായിട്ടാണ് പറഞ്ഞു തുടങ്ങിയത് കേട്ടോ. എല്ലാവരും വേദിയിലും സദസ്സിലുള്ള എല്ലാവരോടുള്ള സ്നേഹബഹുമാനത്തോടെ തുടങ്ങിയിട്ട് ഈ വേദി എന്ന് പറയുന്നത് ഏതൊരു എഴുത്തുകാരും ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഒന്നാണ്. ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിന് സർവശക്തനായ ദൈവത്തിനോടും, പിന്നെ ഇതിന് കാരണമായി തീർന്ന മോഹനേട്ടൻ, ഗീതേച്ചി, അതേപോലെ തന്നെ എഴുത്തിൻ്റെ തുടക്കം നേരത്തെ സമയത്ത് പറഞ്ഞു എങ്ങനെയായിരുന്നു എന്നുള്ള എല്ലാവരും കേട്ടോ. അതിന് പറയേണ്ട കാര്യമില്ല. അതിന് കാരണം ഒന്നിൻ്റെ തള്ളി ഇടുകയായിരുന്നു. പിന്നെ നീതി കയറിക്കോ എന്നാ പറഞ്ഞത്. പേര് വാങ്ങിച്ച് പുസ്തകം ഇറക്കിപ്പിച്ചു. പ്രഥമ മാഷ്, സുജേച്ചി, പിന്നെ വൈദ്യസ് മനസ്സിലിൻ്റെ അവസാന ഘട്ടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഹരിത ബുക്സിലെ ബീനേച്ചി. ഒരുപാട് സഹായമായിരുന്നു. പിന്നെ ഇതിന് ചിത്രീകരണം നടത്തിയിരിക്കുന്നതിൻ്റെ ബാല്യകാല സഖി ജ്യോതിയും മോനും കൂടെ ചേർന്നിട്ടാണ്. കുടുംബം അവർ കൂടെ ഇല്ലെങ്കിൽ ഒരു കണക്കിനും ഇത് മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ അത്രമാത്രം, അതായത് എല്ലാം കൊണ്ടും ഇപ്പം ഇന്നിവിടെ അവർ മുന്നിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ 4 പേര് എൻ്റെ അടുത്തേക്കൊന്ന് വരണമെന്നുള്ളത് അവസാന ഘട്ടത്തിൽ. പിന്നെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുമായിരുന്നു അനിലേട്ടൻ തന്നെ. ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ പുസ്തകം ഇത്രയൊക്കെ മഹത്വം ഉണ്ടോ, അല്ലെ വാക്കുകൾക്ക് ഇത്രയൊക്കെ മൂല്യം ഉണ്ടോ എന്ന് എന്നെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ചു കളഞ്ഞു. അതാണ് സത്യം. ഇത് ഏറ്റെടുത്തപ്പോൾ പലരും എന്നോട് പറഞ്ഞു, അനിലേട്ടനെ ഇങ്ങനെ കൊടുത്ത സമയത്ത് എല്ലാവരും പറഞ്ഞു. പക്ഷേ അനിലേട്ടൻ കൊണ്ടുപോയിട്ടുള്ള അതിൻ്റെ വല്ലാത്ത അഗാധ തലങ്ങളിലേക്കാണ് എന്നെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും പിന്നെയും കൂടുതൽ ഗൗരവമായിട്ട് ചിന്തിപ്പിക്കാൻ ഇടയാക്കി എന്നുള്ളതാണ് സത്യം. ജേക്കബ് സാർ, ഗീതേച്ചി, പിന്നെ ഇതിനെ ഇത്രയും മനോഹരമാക്കിയ വെള്ളി, ഞങ്ങളെല്ലാം വെള്ളിയോടെ തന്നെ വിളിക്കുന്നു. നിസ്സീമമായിട്ട് എഴുതുന്നവരെ എഴുത്തിനെ അക്ഷരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനുഷ്യനെന്നാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വേദി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ട മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത്. മുക്കാൽ പങ്കിൽ കൂടുതലും കുറച്ച് പേരേ ഉള്ളൂ മുഖപരിചയം ഇല്ലാത്തത്. അപ്പം
എല്ലാവരുടെയും മുരളി മാഷ്, ഷാജി, ഇസ്മായിൽക്ക, സാബുക്ക, ഏതാണ്ട് എൻ്റെ നാട്ടുകാരാണ് കേട്ടോ. ഇവരെല്ലാവരും എൻ്റെ നാട്ടുകാരും ബന്ധുക്കാരുമായിട്ട് ഇവിടുന്ന് വന്ന ആളുകൾ. അപ്പോൾ ഓരോരുത്തർക്കും, അതായത് അമ്മയെ പ്രകാശിതമായപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കണക്കിലും അത് എൻ്റെ പുസ്തകമല്ല, എല്ലാവരും ഏറ്റെടുത്ത് അതിനെ വിജയിപ്പിക്കുമായിരുന്നു. ആദ്യമായിട്ടൊരു കവിത പ്രകാശിതമായപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചതിലുപരി ഒരു എഴുത്തുകാരൻ അവൻ എത്ര അഗാധമായിട്ടോ അല്ലെങ്കിൽ എത്ര ഗൗരവമായിട്ട് എഴുതിയാലും അതിനെ ഏറ്റെടുക്കാനും സ്നേഹത്തോടെ കൊണ്ടു നടക്കാനും പഠിക്കാനും ആളില്ലെങ്കിൽ ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി കഴിഞ്ഞു. പക്ഷെ അതിനെ അത്രയും വിജയകരമാക്കുകയും അതിന് റിവ്യൂസൊക്കെ തന്ന് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ബബിത, നെസ്സി, ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് മുരളി മാഷ് എഴുത്തിന്റെ കാര്യത്തിൽ. ഹാറൂൺക ഒരു മിനിറ്റ് ഒന്ന് വരും, ഒരു സെക്കൻഡ് വന്നിട്ട് പൊക്കും. ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങോട്ട് വിളിക്കാൻ കഴിഞ്ഞില്ല. സോറി കേട്ടോ, ഇത് അനൗപചാരികമാണ്. എല്ലാവിധ ആശംസകളും. കൂടുതൽ എഴുതാൻ കഴിയട്ടെ. എഴുത്തിന്റെ തുടക്കം മുതൽ എഴുതാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച് പുറകെ കൂടിയിട്ടുള്ള മനുഷ്യരാണ് അവരൊക്കെ. നന്ദി നിറഞ്ഞൊരു ഹൃദയമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി ഈ നിമിഷത്തിനും, പ്രപഞ്ചം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ നിമിഷത്തിനും, എൻ്റെ കൂടെ കൂടി എനിക്ക് വേണ്ടി ഇവിടെ ഒത്തൊരുമിച്ചിരിക്കുന്ന ഈ വിലപ്പെട്ട സമയം ചെലവാക്കിയ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹം അറിയിക്കുന്നു. നമസ്കാരം.